സ്കെയിലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. 3 ടൈപ്പ് സ്കെയിലാണ് വരുന്നത്: എൻലാർജ്ഡ്, ഫുൾ സൈസ്, റെഡ്യൂസ്ഡ്. അത് N:1, 1:1, 1:1 ഇതുപോലെ നമുക്ക് ഓരോ സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ N:1 എൻലാർജ്ഡ് ആക്കിയിട്ട് കാണിക്കുന്നത്, 2:1, 3:1 അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എൻലാർജ് സ്കെയിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി 1:1 ഫുൾ സൈസ് എത്രയാണോ നമ്മൾ വരയ്ക്കുന്നത് അതേ സ്കെയിലിൽ തന്നെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഫുൾ സൈസ് സ്കെയിലായിരിക്കും. റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:n, ഒരു 1:100 അങ്ങനെ നമ്മൾ കൊടുക്കുന്ന എല്ലാ സ്കെയിലും ഈ ഒരു റെഡ്യൂസ്ഡ് സ്കെയിലിൽ കോമൺ ആയിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു റെഡ്യൂസ്ഡ് സ്കെയിലും ഏതെങ്കിലും ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെഷീൻ്റെ ഒക്കെ ഒരു പാർട്ട് അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോഴായിരിക്കും ഈ ഒരു എൻലാർജ് സ്കെയിൽ, അതിനെ വലുതാക്കി നമുക്ക് കാണിച്ച് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എൻലാർജ് സ്കെയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 200:1 ഇങ്ങനൊരു സ്കെയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇവിടെ n ആണ് ചേഞ്ച് ആവുന്നത്, 1:1, അപ്പോൾ അത് എൻലാർജ് സ്കെയിലായിരിക്കും. 1:1 ആണെങ്കിൽ അത് ഫുൾ സൈസ് സ്കെയിലായിരിക്കും. ഇനി 1:200 ഇങ്ങനൊരു സ്കെയിലാണെങ്കിൽ 1 ആണ് അവിടെ കോൺസ്റ്റൻറ്റ്, n ആണ് ചേഞ്ച് ആവുന്നത്, അപ്പോൾ അത് റെഡ്യൂസ്ഡ് സ്കെയിലായിരിക്കും.